ഹായ്! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് കടമ്മനിട്ട പുരസ്കാരം കോഡുകളൊക്കെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം കടമ്മനിട്ട പുരസ്കാരം. മലയാളത്തിലെ പ്രശസ്ത കവിയായ കടമ്മനിട്ട രാമകൃഷ്ണന്റെ സ്മരണയ്ക്കായി കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. മലയാളത്തിലെ പ്രശസ്ത കവിയായ കടമ്മനിട്ട രാമകൃഷ്ണന്റെ സ്മരണയ്ക്കായി കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. കവിതയിലെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. 2015 ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. കടമ്മനിട്ട പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ചോദിച്ചാൽ 2015 മുതലാണ് കടമ്മനിട്ട പുരസ്കാരം നൽകി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പ്രഥമ ജേതാവ് ചോദിച്ചാൽ ആരാണ്? ONV കുറുപ്പാണ്. 2015 പ്രഥമ ജേതാവ് ചോദിച്ചാൽ ONV കുറുപ്പാണ്. പഠിച്ചു വെക്കുക, ONV കുറുപ്പ്. അവാർഡ് തുക ചോദിച്ചാൽ 55,555 രൂപയാണ്. 55,555 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കടമ്മനിട്ട പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 55,555 രൂപയാണ്. പ്രഥമ ജേതാവ് ചോദിച്ചാൽ ONV കുറുപ്പാണ്. ഇനി നമുക്ക് കോഡുകളൊക്കെ വെച്ചുകൊണ്ട് പുരസ്കാര ജേതാക്കളെ പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചു 2015 പ്രഥമ ജേതാവ് ആരായിരുന്നു? 2015 പ്രഥമ ജേതാവ് ONV കുറുപ്പ്. ONV കുറുപ്പായിരുന്നു 2015 പ്രഥമ ജേതാവ്. 2015 കടമ്മനിട്ട പുരസ്കാരത്തിന്റെ പ്രഥമ ജേതാവ് ONV കുറുപ്പ്. ഇനി 2024 ജേതാവ് ചോദിച്ചാൽ റഫീഖ് അഹമ്മദാണ്. റഫീഖ് അഹമ്മദാണ് 2024 ജേതാവ്. 2025 ജേതാവ് ചോദിച്ചാൽ ലീലാവതി. പ്രൊഫസർ ലീലാവതിയാണ് 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ്. 2026 ജേതാവ് ചോദിച്ചാൽ ഏഴാച്ചേരി രാമചന്ദ്രൻ. 2026 ജേതാവ് ചോദിച്ചാൽ ആരാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഇനി ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് പറയാം. അപ്പൊ കടമ്മനിട്ട പുരസ്കാരം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കടം എന്ന് കണക്ട് ചെയ്യാലോ. കടം അല്ലെ, കടം വാങ്ങിക്കുകയാണ് കേട്ടോ, കടം. അപ്പോ കടം വാങ്ങിക്കുന്നത് എപ്പോഴാണ്? കുഞ്ഞിനെ 1ാം ക്ലാസ്സിൽ അല്ലെ, 1ാം ക്ലാസ്സിൽ ചേർത്താൻ വേണ്ടിയിട്ടാണ് അമ്മ ആദ്യമായി കടം വാങ്ങുന്നത്. അപ്പൊ പ്രഥമ ജേതാവിനെ കണക്ട് ചെയ്ത് വെക്കാം. 1 എന്നതിൽ നിന്ന് ONV കുറുപ്പ്. അപ്പൊ കടം വാങ്ങിക്കുക, അമ്മ ആദ്യമായി കടം വാങ്ങുന്നത് കുഞ്ഞിനെ 1ാം ക്ലാസ്സിൽ ചേർത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നോക്കാം. ഫീ കൊടുക്കാൻ ലീല 7 പേരിൽ നിന്നും കടം വാങ്ങി എന്നോർക്കാം. ഫീ കൊടുക്കാൻ ലീല 7 പേരിൽ നിന്നും കടം വാങ്ങി. അപ്പൊ ആദ്യം ആരാണ് കടം വാങ്ങിയിട്ടുള്ളത്? അമ്മ കുഞ്ഞിനെ, നമ്മുടെ ലീലയെ ചേർത്താൻ വേണ്ടിയിട്ടാണ് എന്നോർക്കാം. ലീലയെ 1ാം ക്ലാസ്സിൽ ചേർത്താൻ വേണ്ടിയിട്ട് അമ്മ കടം വാങ്ങി എന്നോർക്കാം. ഇനി നോക്കൂ, ഫീ കൊടുക്കാൻ, ഫീ എന്നതിൽ നിന്ന് റഫീഖ് എന്ന് കണക്ട് ചെയ്യാലോ. റഫീഖ് അഹമ്മദാണ് 2024 ജേതാവ്. ഫീ കൊടുക്കാൻ ലീല എന്നതിൽ നിന്ന് ലീലാവതിയും കണക്ട് ചെയ്യാം. 7 എന്നതിൽ നിന്ന് ഏഴാച്ചേരി രാമചന്ദ്രൻ. 2026 ജേതാവ് ചോദിച്ചാൽ ഏഴാച്ചേരി രാമചന്ദ്രനാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ചെറിയ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്